ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് തികച്ചും മനോഹരമായൊരു ടോപ്പിക്കാണ്. പ്രപഞ്ചത്തിനോട് എങ്ങനെ സംസാരിക്കാം എന്നതിനെക്കുറിച്ചാണ്. കേൾക്കുമ്പോൾ കുറച്ച് അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആരുടെയെങ്കിലും സഹായം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറില്ലേ? ആ സമയത്ത് നമ്മൾ അറിയാതെ പ്രപഞ്ചത്തിലേക്കൊരു മെസ്സേജ് അയക്കുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന്? ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് കാണുമ്പോൾ അത് വെറും യാദൃച്ഛികമാണെന്ന് തോന്നാറുണ്ടോ? അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പേടിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് വിധിയാണെന്ന് വിചാരിക്കാറുണ്ടോ? എന്നാൽ സത്യത്തിൽ നമ്മുടെ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട്. നമ്മൾ പ്രപഞ്ചവുമായി സംസാരിക്കുന്നത് നമ്മുടെ ചിന്തകളിലൂടെയും വികാരങ്ങളിലൂടെയുമാണ്. എന്തുകൊണ്ടാണ് ചിലർക്ക് ജീവിതത്തിൽ എന്ത് തന്നെ ആഗ്രഹിച്ചാലും അത് സാധിക്കുന്നത്? അവർക്കൊരു മാന്ത്രിക ശക്തി ഉണ്ടോ? അതോ ഒരു രഹസ്യ ഭാഷ വല്ലതും ഉണ്ടോ? ഉണ്ട്. അത് പ്രപഞ്ചത്തോട് സംസാരിക്കാനുള്ളൊരു കലയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നതും അതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ ചിന്തകൾ, വാക്കുകൾ, വികാരങ്ങൾ എല്ലാം പ്രപഞ്ചത്തിന് അയക്കുന്നൊരു മെസ്സേജാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഈ പ്രപഞ്ചത്തോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ? ഇത് ശരിക്കൊരു മാജിക് ഒന്നും അല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചിന്തകളിലൂടെയും ആഗ്രഹങ്ങളിലൂടെയും പ്രപഞ്ചത്തിലേക്കൊരു മെസ്സേജ് അയക്കുകയാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ, എന്ത് വിശ്വസിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇതിനാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി വിശദമായിട്ട് പറയാം. യൂണിവേഴ്സ് എന്നത് വെറുമൊരു ഗ്രഹം, നക്ഷത്രം, ഗാലക്സികൾ എന്നൊക്കെ ഒതുക്കിക്കളയാൻ കഴിയുന്നൊരു വിഷയമല്ല. യൂണിവേഴ്സ് എന്നത് നമ്മുടെ ഉള്ളിലെ അവബോധത്തിൻ്റെയും ചിന്തകളുടെയും വികാരങ്ങളുടെയും ഒരു അനന്തതയാണ്. നാം ഓരോരുത്തരും പ്രതിദിനം ചെയ്യുന്ന ഓരോ ചിന്തയും ഓരോ വിശ്വാസവും ഓരോ ആഗ്രഹം പോലും യൂണിവേഴ്സിനോട് സംസാരിക്കുന്ന ഒരു മാർഗമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ എനിക്ക് സാധിക്കില്ല, ഞാൻ അങ്ങനെ ഒരിക്കലും ആവില്ല എന്നൊക്കെ ഒരുപാട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് അതിനെ തന്നെ തിരിച്ചു കൊടുക്കും. കാരണം അതാണ് നിങ്ങൾ നൽകുന്ന മെസ്സേജ്. അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഉറപ്പായും സാധിക്കും, ഞാൻ അതിനായി തയ്യാറാണ് എന്ന് ഉറച്ച് വിശ്വസിച്ചാൽ യൂണിവേഴ്സ് അതും കേൾക്കും. കാരണം യൂണിവേഴ്സ് നമ്മുടെ വൈബ്രേഷണൽ എനർജിക്ക് അനുസരിച്ചാണ് പ്രതികരിക്കുന്നത്. നമ്മുടെ ചിന്തകൾ നമ്മുടെ യാഥാർത്ഥ്യമാകുന്നു എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു റേഡിയോ പോലെയാണ്. നിങ്ങൾ ഏതായിരിക്കും ഫ്രീക്വൻസി തിരഞ്ഞെടുക്കുന്നത് അതാണ് നിങ്ങൾ കേൾക്കുന്നത്. അതുപോലെ നിങ്ങൾ ഏത് എനർജി വൈബ്രേറ്റ് ചെയ്യുന്നു അതിനെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തിരിച്ചു തരുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരു ദിവസം നിങ്ങൾ വലിയ പ്രതീക്ഷകളോടെയാണ് ഉണരുന്നത്. എല്ലാം നല്ലത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആ ദിവസം എല്ലാം നല്ലതായി തന്നെ സംഭവിക്കും. അതേസമയം മറ്റൊരു ദിവസം നിങ്ങൾ വിഷമത്തോടെയും വിഷമകരമായ ചിന്തകളോടുകൂടിയുമാണ് ഉണരുന്നത്. അന്നെല്ലാം ചിലപ്പോൾ തകരാറിലായതുപോലെ നിങ്ങൾക്ക് തോന്നും. ഇത് വെറും ഒരു കോയിൻസിഡൻസ് അല്ല, നിങ്ങൾ നൽകുന്ന ഇമോഷണൽ വൈബ്രേഷനാണ് അതിന് പിന്നിൽ. ഇനി പ്രപഞ്ചത്തോട് സംസാരിക്കാൻ ചില എളുപ്പ വഴികൾ പറഞ്ഞുതരാം. അതിലൊന്നാമത്തെ കാര്യം നിങ്ങളുടെ ചിന്തകൾ ശ്രദ്ധിക്കുക എന്നതാണ്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി പോസിറ്റീവ് ചിന്തകൾക്ക് പ്രാധാന്യം നൽകുക. എനിക്കിത് ചെയ്യാൻ കഴിയും, എനിക്ക് സന്തോഷം ലഭിക്കും എന്നിങ്ങനെയുള്ള പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുക. നിങ്ങൾ ഈ ലോകത്ത് എത്തിയ നിമിഷം മുതൽ പ്രപഞ്ചം നിങ്ങളോട് ചോദിക്കുന്നു, നിനക്ക് എന്താണ് വേണ്ടത്? പ്രപഞ്ചവുമായി ഫലപ്രദമായി സംവദിക്കാൻ ഊർജത്തിൻ്റെ ഭാഷ മനസ്സിലാക്കുക. അല്ലാതെ പ്രപഞ്ചം നമ്മുടെ ഭാഷകൾ മനസ്സിലാക്കുന്നില്ല. അത് നിങ്ങളുടെ വൈബ്രേഷണൽ പ്രതികരണങ്ങളാണ് വായിക്കുന്നത്. നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്ന ഏത് പ്രതികരണവും അതെ, ഇതെനിക്ക് കൂടുതൽ തരൂ എന്ന അർത്ഥമാണ് നൽകുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം പ്രസന്റ് ടെൻസിൽ ആഗ്രഹിക്കുക എന്നതാണ്. അതായത് ഇപ്പോൾ തന്നെയാണെന്ന് വിശ്വസിക്കുക. ഞാൻ ഒരിക്കൽ സുഖമായി ജീവിക്കും
ഞാൻ ഭാവിയിൽ സമ്പന്നനാകും എന്ന് പറയുന്നത് യൂണിവേഴ്സിനെ കൺഫ്യൂസ് ചെയ്യാം. കാരണം യൂണിവേഴ്സിന് ഇപ്പോൾ എന്ന സമയം മാത്രമേ അറിയൂ. അതിനാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്: ഞാൻ ഇതിനകം, അതായത് ഇപ്പോൾ സുഖത്തിലാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ ഇപ്പോൾ സന്തോഷവാനാണ് എന്നാണ്. ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. പ്രപഞ്ചം ഇപ്പോൾ എന്നതിനെ മാത്രമാണ് യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നത്. എല്ലാം ഇപ്പോൾ സംഭവിക്കുന്നു. ഭൂതകാലവും ഭാവിയും ചിന്തകളുണ്ടാകാം, പക്ഷെ അവ പ്രതിധ്വനികൾ മാത്രമാണ്. പ്രപഞ്ചം ശ്രദ്ധിക്കുന്നത് ഇപ്പോഴുള്ളതിനെയാണ്, അതായത് ഈ നിമിഷമുള്ളതിനെയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ പലപ്പോഴും ഞാൻ വിജയിക്കും എന്ന് പറയുകയാണെങ്കിൽ, അതായത് വിജയിക്കും എന്ന് പറയുകയാണെങ്കിൽ, പ്രപഞ്ചം അത് എനിക്കിപ്പോൾ വിജയം വേണ്ട എന്നാണ് മനസ്സിലാക്കുന്നത്. പകരം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വികാരപൂർവം അനുഭവിക്കുക. എല്ലാ സാധ്യതകളും ഇതിനകം നിലവിലുണ്ട്. നിങ്ങൾ അത് അനുഭവിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ അതിനനുസരിച്ച് രൂപപ്പെടുത്താൻ തുടങ്ങുന്നു. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് പ്രസൻറ്റിലാണ് പറയേണ്ടത്, ഇപ്പോൾ നടക്കുന്നതായിട്ടാണ് പറയുന്നത്, അല്ലാതെ സംഭവിക്കാൻ പോകുന്നതായിട്ടല്ല. ഇപ്പോൾ നടക്കുന്നതായിട്ട് വേണം നിങ്ങളെപ്പോഴും മനസ്സിൽ ചിന്തിക്കാൻ. വെറുതെ ചിന്തിച്ചാൽ മാത്രം പോരാ, അത് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളൊരു വികാരപൂർവ്വം വേണം, ആ ഒരു ഫീലിങ്സും കൂടെ കൊടുത്തു വേണം നിങ്ങൾ ചിന്തിക്കാൻ. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ ബോധം വികസിപ്പിക്കുക എന്നതാണ്. നാം പലപ്പോഴും നമ്മുടെ മൈൻഡ് കൊണ്ടാണ് എല്ലാം കാണുന്നത്, അല്ലേ? പക്ഷേ യൂണിവേഴ്സിനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മൈൻഡിനേക്കാളും കൂടുതൽ ആവശ്യം നിങ്ങളുടെ ബോധത്തിനാണ്. ഇക്കാര്യം പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. മൈൻഡ് കൊണ്ടല്ല നിങ്ങൾ യൂണിവേഴ്സിനോട് സംസാരിക്കേണ്ടത്, ബോധം കൊണ്ടാണ് സംസാരിക്കേണ്ടത്. കാരണം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആലോചനകൾ, വികാരങ്ങൾ, ഇടപെടലുകൾ ഒക്കെ നിങ്ങളൊന്ന് നിരീക്ഷിച്ച് നോക്കൂ. ഇതൊരു ഗെയിം ഓഫ് ലൈഫാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി അതിൻ്റെ റൂൾസ് മനസ്സിലാക്കിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് പറയുന്നത്, മൈൻഡ് കൊണ്ട് നിങ്ങൾ ഒരിക്കലും യൂണിവേഴ്സിനോട് സംസാരിക്കരുത്, ബോധം കൊണ്ട് വേണം സംസാരിക്കാൻ. ഇനി നാലാമത്തേത്, നിങ്ങളുടെ ഫീലിങ്സിനെ യൂണിവേഴ്സുമായിട്ടുള്ള കണക്ഷനായിട്ട് ഉപയോഗിക്കുക എന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിലൊരു പോസിറ്റിവിറ്റി തോന്നുന്നുണ്ടെങ്കിൽ അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, ഇതാണ് ശരിയായ വഴി. പക്ഷേ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉള്ളിൽ അസ്വസ്ഥത തോന്നുന്നുവെങ്കിൽ അത് ആലോചിക്കേണ്ട കാര്യമാണെന്നാണ് യൂണിവേഴ്സിൻ്റെ സൂചന. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ യൂണിവേഴ്സിന് നമ്മളുടെ ഭാഷയ്ക്കനുസരിച്ച് അത് പ്രതികരിക്കില്ല. അതിന് പറയാൻ മാത്രം ഒരൊറ്റ ഭാഷ മാത്രമേ ഉള്ളൂ, അതാണ് നമ്മുടെ എനർജി. അതായത് നിങ്ങൾ എന്താണോ അനുഭവപ്പെടുന്നത് ആ ഒരു വികാരമാണ്, ആ ഒരു വികാരത്തിലൂടെ മാത്രമേ നമുക്ക് യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും ഇതിലൊരു തെറ്റിദ്ധാരണ സംഭവിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ഈഗോ മനസ്സിൽ ഇത് ചെയ്യൂ, അതിനാൽ നിനക്ക് സന്തോഷം കിട്ടും എന്ന് പറയും. പക്ഷേ അതൊരു തന്ത്രം മാത്രമാണ്. അതിനാൽ നമ്മൾ ശരിക്കും അനുഭവിക്കുന്ന വികാരങ്ങൾ മനസ്സിലാക്കണം. അത് നമ്മുടെ ആത്മാവിൻ്റെ ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗട്ട് ഫീലിംഗ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, ഇതൊക്കെയാണ് നിങ്ങളുടെ ഗൈഡൻസ് സിസ്റ്റം. ഇനി അടുത്തതായി അഞ്ചാമത്തെ കാര്യം, ആവർത്തനത്തിൻ്റെ ശക്തി ഉപയോഗിക്കുക എന്നതാണ്. അതായത് നമ്മുടെ സർവ്വസാധാരണമായ ചിന്തകളെല്ലാം വേഗത്തിൽ മാറുന്നവയാണ്. അവയെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിലനിർത്താൻ കഴിയില്ല. പക്ഷേ ആവർത്തിച്ച് പറഞ്ഞു തുടങ്ങിയാൽ അതിനെ പുതിയൊരു വിശ്വാസമാക്കി മാറ്റാൻ കഴിയും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ആത്മവിശ്വാസം വളർത്തണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ ലോകത്തിലെ ഏറ്റവും ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് എന്നൊരു വാക്യം ദൈനംദിനമായി ആവർത്തിക്കുക. അത് കേവലം ശബ്ദമല്ല, അതിൻ്റെ എനർജി ആസ്വദിക്കണം. അതിന് അനുയോജ്യമായ വികാരങ്ങളും ചിന്തിക്കണം. ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്തായാലും കാര്യമില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നതിൽ മനസ്സിൽ കൊടുക്കുക.
പകുതി വഴിയിൽ നിന്നൊഴിയാതെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് പുതിയ സത്യമായി അംഗീകരിക്കും. പോസിറ്റീവ് ചിന്തകൾ ആവർത്തിക്കുക ഒരു മന്ത്രം പോലെ. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിൽ ആവർത്തിക്കുക. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിയാൻ സഹായിക്കും. ഇനി എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, ഇതൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല, കുറച്ച് സമയമെടുക്കും. പക്ഷേ നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ പ്രപഞ്ചത്തോട് സംസാരിക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നുവോ അതുപോലെയാണ് പ്രപഞ്ചം നമ്മളെ കാണുന്നത്. നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ പ്രപഞ്ചം നമ്മളെ സ്നേഹിക്കും. നമ്മൾ നമ്മളെ ബഹുമാനിക്കുമ്പോൾ പ്രപഞ്ചം നമ്മളെ ബഹുമാനിക്കും. അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുക, നമ്മളെ ബഹുമാനിക്കുക. അതിനാൽ യൂണിവേഴ്സിനോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ആത്മാവിനോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇനി മുതൽ ഒരു കാര്യം ഉറപ്പാക്കൂ. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ലോകത്തെ പണിയുന്നത്. നിങ്ങളുടെ എനർജിയാണ് നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. നിങ്ങളുടെ അവയർനെസ് ആണ് നിങ്ങളുടെ വിജയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും താക്കോൽ. ഇനി ഒരു ഫ്രണ്ട്ലി ചലഞ്ചും കൂടെ പറയാം. അതായത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. ഒരാഗ്രഹം തിരഞ്ഞെടുത്ത് അത് ഇപ്പോഴത്തെ പോലെ നിങ്ങളുടെ മനസ്സിൽ കാണുക. എന്താഗ്രഹം ആയിക്കോട്ടെ, അത് ഇപ്പോൾ നടന്നതുപോലെ നിങ്ങളുടെ മനസ്സിൽ കാണുക. അതിന് വേണ്ടി നന്ദി പറയുക. വീണ്ടും വീണ്ടും നന്ദി പറയുക. അതിനെ അനുഭവിക്കുക. അത് വീണ്ടും വീണ്ടും ചിന്തിക്കുക. അതിൻ്റെ പോസിറ്റിവിറ്റിയിൽ വൈബ്രേറ്റ് ചെയ്യുക. പിന്നെ ഒന്ന് നോക്കൂ, ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളത് കണ്ടില്ലെങ്കിലും അകലെയായിട്ട് ചില മാറ്റങ്ങൾ ആരംഭിക്കും. യൂണിവേഴ്സ് ഒരിക്കൽ നമ്മളെ കേൾക്കുമ്പോൾ അതിൻ്റെ രീതിയിൽ മറുപടി തരുന്നുണ്ട്. ചിലപ്പോൾ അതൊരു സംഭവമായിട്ടായിരിക്കും, ചിലപ്പോൾ ഒരാളായിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു പുത്തൻ ചിന്തയായിട്ടായിരിക്കും. പക്ഷെ അത് വരും, കാരണം നിങ്ങൾ അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ ആശയം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്